ഒരു സ്കൂളിലെ വിവിധ ക്ലബ് അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ് ഫോൾഡറിൽ സ്കൂൾ ക്ലബ്ബ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് എന്ന ടേബിളിൽ നിന്നും സ്കൗട്ട് വിഭാഗത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രിയോഫീസ് ബേസിലെ ക്വറീസ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കുക. വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിളിൽ നിന്നും ടേബിൾ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുക. ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ: ഫീൽഡ്സ്, അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. സെർച്ച് കണ്ടീഷൻ: മെമ്പേഴ്സ് ക്ലബ്ബ് = സ്കൗട്ട്. മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. ഹോം ഫോൾഡർ തുറക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. സ്കൂൾ ക്ലബ്ബ് .odb എന്ന ഫയൽ തുറക്കുന്നു. ക്വറിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ഇവിടെ ഡാറ്റാബേസ് പാനലിൽ ക്വറി എന്നത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കേണ്ട ടേബിളിൻ്റെ പേരും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മെമ്പേഴ്സ് എന്ന ടേബിൾ തന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് ഇവിടെയുള്ളത്. ആവശ്യമായ ഫീൽഡുകൾ ഇനി സെലക്ട് ചെയ്യുക. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. ചോദ്യം നോക്കാം. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ് ശരിയാണ്. കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് 3 ഫീൽഡുകളും സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. 3 ഫീൽഡുകളും ഫീൽഡ് ഇൻ ദ ക്വറി എന്നതിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചെയ്യാനുണ്ട്. സെർച്ച് കണ്ടീഷൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മെമ്പേഴ്സ് ക്ലബ്ബ് = സ്കൗട്ട് എന്നതാണത്. മെമ്പേഴ്സ് ക്ലബ്ബ് = ഇവിടെ സ്കൗട്ട് എന്ന് സ്പെല്ലിങ് തെറ്റാതെ ടൈപ്പ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അതുപോലെ തന്നെ വരണം. സ്കൗട്ട് എന്ന് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്വറി മെമ്പേഴ്സ് എന്ന പേരിലായിരിക്കും നമ്മളുടെ ക്വറി സേവ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ക്വറി സേവ് ചെയ്യുന്നു. സ്കൗട്ട് മെമ്പേഴ്സിനെ കണ്ടെത്തുവാനുള്ള ക്വറി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. കാരണം അതിവിടെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒറിജിനൽ ഫയലാണ് പരീക്ഷയിൽ സേവ് ചെയ്യേണ്ടത്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഓപ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പേര് നൽകി ഹോമിലെ എക്സാം സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ സേവ് ചെയ്യുന്നു.